ഈ സോഷ്യൽ റിയാക്ഷൻ ഉണ്ട് മറ്റൊന്ന് ഒരു ഏരിയ. സോഷ്യൽ റിയാക്ഷൻ എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ പല ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് സൊസൈറ്റിയിൽ കാണാൻ പറ്റും. ഡു വി ഹാവ് എ സോഷ്യൽ റിയാക്ഷൻ? നോൺ റിയാക്റ്റീവ് സൊസൈറ്റി ഉണ്ട്, റിയാക്റ്റീവ് സൊസൈറ്റി ഉണ്ട്. സോഷ്യൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഓരോ പ്രവൃത്തിയിലും സൊസൈറ്റി റിയാക്ട് ചെയ്യും. ഓരോ വ്യക്തിയുടെ ഓരോ പ്രവൃത്തിയിലും സൊസൈറ്റി റിയാക്ട് ചെയ്യും. സൊസൈറ്റി ക്യാൻ റിയാക്ഷൻ. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി സക്സസ്ഫുൾ ആണെങ്കിൽ സൊസൈറ്റിൻ്റെ ഒരു ചെറിയ പാർട്ട് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യും. നമ്മൾ ചെയ്യുന്നത് അബദ്ധത്തിൽ ഒരു മിസ്റ്റേക്ക് ആയി പോയി കഴിഞ്ഞാൽ സൊസൈറ്റി മൊത്തത്തിൽ അതിനെ അതിശയിക്കും. അത് റിയാക്ഷനാണ്. നമ്മൾ ചെയ്തതെന്ന് തോന്നിയ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പോലും വേറെ ആളുകൾ മൊത്തമായി പറഞ്ഞുണ്ടാക്കി മോശമായിട്ട് റിയാക്ട് ചെയ്യും. ബിക്കോസ് ഡിഫോൾട്ട് മെക്കാനിസം നെഗറ്റീവ് ആയതുകൊണ്ട് എല്ലാവരും അത് നെഗറ്റീവായിട്ട് വേഗം എടുക്കും, വേഗം അതിനെ റിയാക്ട് ചെയ്യുകയും ചെയ്യും. പോസിറ്റീവായ കാര്യങ്ങളൊന്നും റിയാക്ട് ചെയ്യൂല, കാരണം അത് പോസിറ്റീവായ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യൂല ആളുകൾ. ഇപ്പോൾ എനിക്കറിയാം, ഞാൻ തന്നെ എടുത്ത എത്രയോ സെഷനുകൾ ഈയിടെ ഒരു സ്ഥാപനത്തിൽ 180 സെഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ടോട്ടൽ കാൽക്കുലേഷൻ എനിക്ക് തോന്നുന്നു, ഞാൻ അവരോട് വാങ്ങിയ ഫിനാൻഷ്യൽസൊക്കെ നോക്കുമ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒന്നും കിടക്കുന്നില്ല. ഞാൻ പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നെഗറ്റീവ് ക്രൈം ആണെന്നുള്ളതും എത്ര ഡീപ്പറായിട്ട് പഠിച്ചിട്ട് പോലും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ അവർക്ക് വളരെ ഒരു ടൈപ്പ് ഓഫ് റിസർച്ച്, രണ്ട് തരത്തിലുള്ള സ്പ്രെഡിങ് എങ്ങനെയുണ്ടെന്ന് നോക്കുന്ന ടൈപ്പ് ഓഫ് റിസർച്ച് ഞാൻ അതിനകത്ത് ചെറുതായിട്ട് ചെയ്ത് നോക്കി. അതിനകത്തുണ്ടായ ഒരു അഡ്വാൻറ്റേജ്, എനിക്ക് കിട്ടിയ ഒരു ലേണിംഗ് എന്ന് വെച്ചാൽ, ഒരു അഡ്വാൻറ്റേജ് ലേണിംഗ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് റിസർച്ച് എന്ന് വെച്ചാൽ, നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ, ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ പോലും അവർക്ക് ഭയങ്കര ഈസിയായിട്ട് പറ്റി. അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. ഇത് പലപ്പോഴും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് നേരത്തെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഉള്ള നെഗറ്റീവ് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകും. ഭയങ്കര ഒരു മൈൽഡായിട്ട് നമ്മൾ അബദ്ധത്തിൽ പറ്റിപ്പോയതോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതോ ഒക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പോലും അത് വലിയ സംഭവമായിട്ട് അവർ പഠിപ്പിച്ചോളെ. പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള 1000 ടൈംസ് 1,00,000 ടൈംസ് ഇമ്പാക്റ്റുള്ള കാര്യങ്ങളിൽ ഒരു പെർസെൻറ്റേജിൻ്റെ ഒരു 1000% പോലും ആർക്കും സ്പ്രെഡ് ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്തു. വളരെ കുറഞ്ഞ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ സുഖിപ്പിച്ച് സംസാരിക്കുന്നു വെച്ച് നിർത്തിയാൽ ഇന്റേണലി വളരെ ഡാം ആൻഡ് ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകൾ നമുക്കങ്ങനെ ശരിക്കും സൈക്കോളജി പഠിച്ചത് കൊണ്ടും ഫേസ് റീഡിങ് അറിയുന്നതുകൊണ്ടും ബിഹേവിയറൽ പാറ്റേണും ശരിക്കും നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന അതും ഒരു അഡ്വാൻറ്റേജ് അതിനകത്തുണ്ടായി. അപ്പോൾ ഈ സോഷ്യൽ റിയാക്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ എൻ്റെ പേഴ്സണാലിറ്റി എന്താവും ഏതാവും എന്നതിനേക്കാൾ പ്രധാനമായിട്ട് ഞാൻ ആലോചിച്ചത് സൊസൈറ്റി ഇതിൻ്റെ ഒരു മൂവ്, നമ്മൾ ഡിഫോൾട്ട് മെക്കാനിസം ഓഫ് മൈൻഡ് സെറ്റ് ഈസ് നെഗറ്റീവ് എന്നുള്ളത് തെളിയിക്കാൻ എന്തുമാത്രം റിസർച്ച് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു 10, 20, 30 വർഷം റിസർച്ച് ഇപ്പോൾ ഇതിനകത്ത് ചെയ്തില്ല. നമ്മൾ ഇത്രയും ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റീസിലെയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാരിലൊക്കെ ചെയ്യേണ്ടി വന്നു. ചെയ്തിട്ടൊക്കെ ഇതിനകത്ത് ഒരു പ്രത്യേകിച്ച് ഒരു മാറ്റം ഇല്ല. കാരണം അപ്പോൾ ആ ഡിഫോൾട്ട് മെക്കാനിസം ഓഫ് ഹ്യൂമൻ മൈൻഡ് ഈസ് നെഗറ്റീവ് എന്നുള്ളത് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സസ്റ്റെയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ വോട്ട് കിട്ടണം. അപ്പോൾ അത് നെഗറ്റീവായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വോട്ടിങ് കിട്ടാതെ പോകും. ചുറ്റുവട്ടത്തുള്ള ആളുകൾ നമുക്ക് നന്നായിട്ട് നല്ല വോട്ടുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യും. അപ്പോൾ എംപ്ലോയ്മെൻറ്റിലായിരുന്നാലും സോഷ്യൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് അവർ സർക്കിൾ, നമ്മുടെ സർക്കിളിൻ്റെ പുറത്തുള്ള വോട്ടിങ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എവിടെയും സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള വോട്ട് റിയാക്റ്റീവാണ്. എങ്ങനെ റിയാക്റ്റീവായ അയാൾ ശരിക്കാറൊന്നുമില്ല, അതൊന്നും ഒരു കോപ്പറേറ്റീവ് അല്ല എന്ന് പറയും. വെറുതെ അയാൾ ഒരു പക്ഷേ വേറെ എന്തോ തിങ്കിങ്ങിലായിരിക്കും. അപ്പോൾ അതൊക്കെ ആളുകൾ ഏത് രൂപത്തിൽ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ സോഷ്യൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ഏരിയയാണ്, വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പം നിങ്ങൾ സോഷ്യൽ റിയാക്ഷന് എന്തായാലും അധീതനാവുന്നില്ല ഒരാളും. അത് ഓട്ടോമാറ്റിക്കലി പല ആളുകളുടെയും ജോലി നഷ്ടപ്പെടുന്നത്, പല ആളുകൾക്കും ജോലി കിട്ടുന്നത്, പല ആളുകളുടെയും ജോലി പെർമനൻ്റ് ആവുന്നത്, പല ആളുകളുടെയും ജോലി ഇല്ലാതാവുന്നത്, ചിലപ്പോൾ ജോലി പ്രശ്നങ്ങൾ വരുന്നത്, പല ആളുകളുടെയും ജീവിതത്തിൽ വലിയ ചാലഞ്ച് ഉണ്ടാകുന്നത്, പല ആളുടെയും എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എംപ്ലോയേഴ്സാണെങ്കിൽ എംപ്ലോയീസ് അവരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ബിസിനസ്സിൽ ചാലഞ്ച് ഉണ്ടാകുന്നു. ഒക്കെ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളോ ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന റിയാക്ഷൻസ് ആണ്. പലപ്പോഴും ഞാൻ ചില സിഇഒമാരെയൊക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വെറുതെ വിടുവായത്താൻ ആവശ്യ കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും പോയി പറയേണ്ട ആവശ്യം. പാർട്ട്നേഴ്സിനോട് പറയേണ്ട പാർട്ട്നേഴ്സിനോട്, എംപ്ലോയീസിൻ്റെ അടുത്ത് പറയുന്നത് എംപ്ലോയീസ്, സി ലെവൽ എംപ്ലോയീസിനോട് പറയുന്നത് അത് മാത്രം, ജൂനിയർ ലെവലിൽ പറയേണ്ടത് അവരുടെ. എല്ലായിടത്തും എല്ലാവരും കൂടി വിളിച്ചു കൂട്ടി പറയേണ്ട ആവശ്യങ്ങളില്ല. അപ്പോൾ അവനവനെ തന്നെ അവനവൻ തെറ്റിദ്ധരിച്ചാൽ അവനവനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ പോകും. അതുകൊണ്ട് സോഷ്യൽ റിയാക്ഷൻ എന്ന് പറയുന്ന സാധനത്തിനെ അവഗണിക്കാനോ കണ്ണടച്ചിരുട്ടാക്കാനോ ഒന്നും കഴിയില്ല. കാരണം അത് നമ്മളുടെ
ഒരു ഫിയർഫുള്ളായി ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, ഭയത്തോടു കൂടി സൂസൈഡ് ചെയ്യാൻ കാണുന്നില്ല. പക്ഷേ ഒരു ഇമ്പാക്റ്റ്, പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നെന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. ഇപ്പോൾ എത്രയോ CSR ചെയ്തിട്ടുള്ള കമ്പനി നമുക്കറിയാം, കോടിക്കണക്കിന് രൂപയുടെ CSR എത്രയോ വീടുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കമ്പനിക്കെതിരെയുള്ള CSR ഒന്നും അവർ സ്വകാര്യമായിട്ട് ചെയ്യുന്നുണ്ടാവില്ല. അവർ ആളുകൾക്ക് ചെയ്യുന്ന നന്മകളൊന്നും അവർ പുറത്തു പറയുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവരുടെ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ അവരും പറഞ്ഞിട്ടുണ്ടാവില്ല, അത് അറിയുന്ന എംപ്ലോയീസും പറഞ്ഞിട്ടുണ്ടാവില്ല, അത് പ്രൊപ്പഗണ്ടായിട്ട് പരസ്യം ചെയ്തിട്ട് വന്നിട്ടുണ്ടാവില്ല. പക്ഷേ നെഗറ്റീവ് എന്ന് തോന്നിയ ഒരാൾക്ക് തോന്നിയ ഒരു തോന്നൽ പോലും നെഗറ്റീവായിട്ട് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു രസം. അതാണ് സൈക്കോളജി, അതാണ് സോഷ്യൽ സൈക്കോളജി. അപ്പം സോഷ്യൽ റിയാക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. നിങ്ങൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവായ കാര്യത്തെ, അല്ലെങ്കിൽ തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അബദ്ധം ചെയ്യുന്ന ഒരു കാര്യത്തെ പോലും സൊസൈറ്റി ഒരു ഒരു ഡിസിഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു അസംഷനിലേക്ക്, ഒരു പ്രജുഡിസ് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് സൊസൈറ്റി പോകും. അത് ഗ്യാരണ്ടീഡാണ്. അപ്പോൾ സോഷ്യൽ റിയാക്ഷൻ എന്ന് പറയുന്നത് സീരിയസ് ആണ്. അപ്പോൾ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. റിയാക്ഷനുകളിൽ നമ്മുടെ സർവൈവൽ, സസ്റ്റൈനബിലിറ്റി, അതല്ലെങ്കിൽ എക്സിസ്റ്റൻസിനൊക്കെ ഇത് വളരെ ബാധകമാണ് എന്നൊന്നുകൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഏതായിരുന്നാലും എല്ലാ തരത്തിലുള്ള റിയാക്ഷനുകളും നമ്മൾ ശ്രദ്ധിക്കുകയും ഒബ്സർവ് ചെയ്യുകയും, എല്ലാ തരത്തിലുള്ള റിയാക്ഷനുകളും നമ്മളിൽ നിന്ന് കറക്റ്റ് ആവുന്നോ ഇല്ലേ എന്ന് ഇന്നലെ പറഞ്ഞ സെഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക, റിപ്പീറ്റ് ചെയ്ത് റിയാക്ഷൻസിൻ്റെ പാർട്ട്, റിയാക്ഷൻ്റെ പാർട്ടുകൾ ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് അവനവനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ മാക്സിമം എന്നെ കറക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്, ഞാൻ നിങ്ങളെ കറക്റ്റ് ചെയ്യാനല്ല നോക്കുന്നത്. അപ്പോൾ കഴിയുന്നിടത്തോളം നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഒരുപാട് വലിയ അഡ്വാൻറ്റേജുകൾ നമുക്കുണ്ടാവും. എനിവേ, ഇത് ലൈഫ് ലേണിംഗ് ലെസൺസിൽ, ജീവിത അനുഭവ പാഠങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ 1726 ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 11 2025 വെള്ളിയാഴ്ച. ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കണം. മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവനവന് പറ്റിയാൽ അത് വലിയ വിജയമായിരിക്കും. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ.